ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ ഷെഫ് കാർത്തിക്. ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ കോഴി വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേരള റെസിപ്പിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ബാ, ലെറ്റ്സ് കുക്ക്. എനിക്ക് എപ്പോഴും ഏതൊരു ഡിഷ് ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഈ മീറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും. അതാണ് എൻ്റെ പതിവ്. ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. നല്ല രീതിയിൽ ഇങ്ങനെ തിരുമ്മി ഒരു അരമണിക്കൂറിൽ നിന്ന് 3/4 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പം ഒരു കടായിനകത്ത് വെളിച്ചെണ്ണ, ഗരം മസാല. കൂട്ടുകാരെ, ഞാൻ ഒരു കാര്യം ഇതിനകത്ത് 2 കാര്യം മിസ്സായിപ്പോയി. റെഡ് ചില്ലിയും ഇടാൻ വിട്ടുപോയി, പിന്നെ മല്ലി സീഡ്സും ഇടാൻ വിട്ടുപോയി. അതുകൊണ്ട് 4 സീഡ്സ് ഇടുക, 2 പീസ് റെഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. 300 ഗ്രാം ചിക്കനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് അരമുറി തേങ്ങ മതിയാണ് അതിന്. അപ്പോൾ ഞാനിതിനെ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ സമയത്ത് നമ്മൾ ഒരു 6-7 ചെറുള്ളി ഇടാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഈ സാധനം നമ്മൾ വറുക്കാം. നിങ്ങൾക്കറിയാമല്ലോ, ഈ വറുക്കണ സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷമ കൂടിയ ഒരു പരിപാടിയാണ് ഈ വറുത്തെടുക്കുന്നത്. ബാക്കിയൊക്കെ പടാൻ തീരും. ഇത് ഞാൻ കരി വെച്ചപ്പോൾ ഈ വറുത്തെടുക്കാൻ മാത്രമാണ് കൂടുതൽ സമയം പിടിച്ചത്. ബാക്കി എല്ലാ പരിപാടിയും പടാൻ തീർത്ത്. അമ്മ ചോദിച്ചു, എന്തുപാടി ഇതിന് ഇത്ര സമയം പിടിച്ച്, ബാക്കിയെല്ലാം പടയിൽ നടന്നല്ലോ ഒന്ന്. അപ്പോൾ അതേ ഇങ്ങനെ പതിയെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതിനെ ശ്രദ്ധിക്കാന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സൈഡൊക്കെ ഒന്ന് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അപ്പുറത്ത് സൈഡിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് ടോട്ടലായിട്ട് മാറും. അതുകൊണ്ട് എപ്പോഴും സൈഡ് ഒന്ന് ശ്രദ്ധിക്കണം ഈ വറുത്തരയ്ക്കുമ്പോഴത്തേക്കും. സോ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി തണുത്തിട്ട് പിന്നെ അരച്ച് മാറ്റി വയ്ക്കാൻ പോകും. ഞാൻ ഒരു സവാള എടുത്ത് സ്ലൈസ് ചെയ്ത് അതിൻ്റെ പുറത്ത് ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് 2 കീറി വെച്ചിട്ടുണ്ട്. ഞാൻ നീളത്തിലാണ് അരിയുന്നത്. ഈ ഇഞ്ചും പിന്നെ വെളുത്തുള്ളിയും കൂടിയിട്ട് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു തക്കാളി കാണിക്കുന്നുണ്ട്, പക്ഷേ അര തക്കാളി യൂസ് ചെയ്തുള്ളൂ. എനിക്കതിൻ്റെ ഒരു തക്കാളിയുടെ ആവശ്യമില്ല. ഒരു തക്കാളി ഇട്ട് കഴിഞ്ഞാൽ സ്വല്പം ഈ സാർനസ് ഗ്രേവിക്ക് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അര തക്കാളി യൂസ് ചെയ്തുള്ളൂ. ബാക്കി അര തക്കാളി എന്തെങ്കിലും ചെയ്യാം, മമ്മ എന്തെങ്കിലും ചെയ്തോളും. ഇപ്പോൾ ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, ഈ 4 സാധനം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സോട്ട് ചെയ്തെടുക്കാം. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ വഴറ്റിയാൽ മതി. ആ സമയത്ത് തന്നെ ഈ പച്ച കുത്തലൊക്കെ പോകും. ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്നിട്ട് അതിനകത്ത് സവാള ഇടാം. ഈ സവാള ജസ്റ്റ് ഒന്നൊരു ഒത്തിരി ബ്രൗൺ ആവാൻ നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആയാൽ മതി. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൽ മസാല ഇട്ടാലും വലിയ കുഴപ്പമില്ല. ഞാൻ എപ്പം സവാള സോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ആ ചെയ്യുന്ന കാര്യം വെച്ചാൽ കുറച്ച് ഉപ്പിടും. ശരിക്കും പറഞ്ഞാൽ ഈ കറിക്ക് ആവശ്യമുള്ള ഒരു പകുതി ഉപ്പിടും. സാധാരണ ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ പടയുന്ന ഈ സവാള നമുക്ക് വെന്ന് കിട്ടും. ഈ സവാള നല്ല രീതിയിൽ ഇങ്ങനെ സോട്ടായി വരുന്നുണ്ട്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗണായി വരുമ്പോഴത്തേക്കും നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ 3 പൊടികളിട്ട് ജസ്റ്റ് നമുക്കത് കുക്ക് ചെയ്യാം. ഇതേ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, നിങ്ങൾക്ക് സാധാ മുളക് പൊടി ഇടണമെങ്കിൽ ഇടാം, കുറച്ച് എരിവ് കൂടുതലായിരിക്കും. പിന്നെ മല്ലിപ്പൊടി, ഇത് 3 ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം. സോ ഈ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഈ കുട്ടപ്പനെ മസാല ഇട്ട് മാറ്റി വെച്ചിട്ട് തിരുമ്പി അവനും കൂടി ഒന്ന് തട്ടി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഈ മിക്സർ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാം. ഡയറക്റ്റ് തേങ്ങ അരപ്പ് ചേർക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളമായാലും വെള്ളം ജസ്റ്റ് ഒന്ന് ഈ മസാല എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ പരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഇങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി അതിനകത്ത് ചേർക്കാം. അരപ്പയുടെ കളർ കണ്ട നല്ല ഒരു ബ്രൗണിഷ് കളറാണ്. ഇത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇനിയും കളർ നന്നായിട്ട് മാറും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിനകത്ത് നമ്മൾ തക്കാളി, പച്ചമുളക്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളക് 2 കീറി വെച്ചിട്ടുണ്ടല്ലോ അത്, പിന്നെ ഈ കറിവേപ്പില. ഞാൻ പറഞ്ഞ പോലെ പകുതി തക്കാളി യൂസ് ചെയ്തുള്ളൂ, ബാക്കി പകുതി അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തല വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ ശേഷം ഈ ചിക്കൻ നമ്മൾ ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യും. ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യുന്ന വലിയ കുഴപ്പമൊന്നുമില്ല. അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗമാവും. ഇത് നമ്മൾ അടച്ച് വെച്ചു. ഒരു 15 മിനിറ്റ് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലല്ലേ കണ്ട മോനെ തിളയ്ക്കണത്. കളർ കളർ ടോട്ടൽ ഡിഫറെൻ്റാണ്. നല്ല ഒരു റിച്ച് ബ്രൗൺ കളറാണ്. ഒരു രക്ഷയില്ല. കുത്തരി ചോറും കൂടി കിട്ടിക്കഴിഞ്ഞാലല്ലേ ഒന്നും പറയാം.